ആം ആദ്മി മാതൃകയിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി പരീക്ഷണത്തിനൊരുങ്ങുകയാണ് KPCC സെക്രട്ടറി സജീവ് ജോസഫിന്റെ സഹോദരൻ രാജീവ് ജോസഫ്. ഇന്ത്യൻ പ്രോഗ്രസീവ് പാർട്ടി എന്ന IPP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് സേവാദൾ മുൻ സംസ്ഥാന ഓഫീസറും KPCC ജനറൽ സെക്രട്ടറി സജീവ് ജോസഫിന്റെ സഹോദരനുമായ രാജീവ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് ആം ആദ്മി മാതൃകയിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രോഗ്രസീവ് പാർട്ടി IPP എന്ന പേരുള്ള പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ജോസഫ് ഉളിക്കൽ മുണ്ടാനൂർ സ്വദേശിയാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക, ഹർത്താൽ നിർത്തലാക്കുക, അഴിമതി തടയുക എന്നതാണ് പാർട്ടിയുടെ മുഖ്യമായ ലക്ഷ്യമെന്ന് സജീവ് ജോസഫ് കണ്ണൂർ വിഷനോട് പറഞ്ഞു. ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന, ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മദ്യം സമ്പൂർണ്ണമായിട്ട് കേരളത്തിൽ നിരോധിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ പ്രോഗ്രസീവ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ഹർത്താലുകൾ കേരളത്തിൽ നിരോധിക്കുക എന്നുള്ളത് ലോകമെമ്പാടുമുള്ള 3.5 കോടിയോളം വരുന്ന മലയാളികളുടെ ഒരു ആവശ്യമാണ്. ഇതിനുവേണ്ടി ഇന്ത്യൻ പ്രോഗ്രസീവ് പാർട്ടി വളരെ ശക്തമായ നടപടികളുമായി വരും എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കൂടാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജീവ് ജോസഫ് സംസ്ഥാന പ്രസിഡന്റും CN സോമനാഥ്, സാവിയോ പീറ്റർ, ഡോക്ടർ ദസ്തക്കീർ എന്നിവർ സെക്രട്ടറിമാരും ഷാജി K ജോസഫ് ട്രഷററുമായ സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. 19 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദേശീയ പ്രവർത്തക സമിതി രൂപീകരണം 3 മാസത്തിനുള്ളിൽ ഡൽഹി നടക്കുമെന്ന് രാജീവ് ജോസഫ് പറഞ്ഞു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ്. പ്രവാസി മലയാളികളുടെയും സാധാരണ ജനങ്ങളുടെയും ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിവരുന്നത്. ഷിൻഡോ തോമസ്, കണ്ണൂർ വിഷൻ, ഇരിട്ടി.